ഇവളെന്തിട്ട് കിടന്ന് നോക്കണ വട്ടായി ഇവൾക്ക്. ഡീ എന്തിട്ട് നോക്കണ നീ? ചേച്ചി പോയി, ചേച്ചി പോയി. ദേ പോണ്, നോക്കിയൊന്ന്. എന്ത് പോയിന്ന്? നമ്മൾ ഇന്നലെ വാങ്ങിച്ചില്ലേ ഹൈഡ്രജൻ ബലൂൺ, അതേ പറന്നു പോകണം. അത് പറത്താന്ന് വെച്ചതായിരുന്നു, അത് തന്നെ അതേ പറന്നു പോയി. ഓ വട്ട് കേസ്. ചേച്ചിയുടെ നമുക്ക് ചേച്ചി ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുക. ഒരു കട്ടൻ ഇട്ടോ അപ്പോഴേക്കും ചേച്ചി ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കി തരാം. നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു ചില്ല് കുപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രെയിൻ ക്ലീനർ ആണ്. അത് ചെക്കൗട്ടിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ബലൂണുകൾ വേണം. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു അലുമിനിയം റബ്ബറാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ മെറ്റൽ വേണം കേട്ടോ. പിന്നെ നമ്മുടെ ബലൂൺ വീർത്ത് വരുമ്പോൾ അത് കെട്ടാനായിട്ട് ഒരു നൂല്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, മിനറൽ വാട്ടറല്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളമാണ്. പിന്നെ 2 ഡിസ്പോസിബിൾ ഗ്ലൗസ് വേണം, റബ്ബറിൻ്റെ. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഡ്രെയിൻ ക്ലീനർ ആണല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിലോ നഖത്തിലോ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ആദ്യം കയ്യിലിടാം. നമ്മളിങ്ങനെ തമ്പ് ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ നമുക്ക് ഗ്ലൗസ് പെട്ടെന്ന് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇതേമാതിരി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചെറിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കല്ലുണ്ടല്ലോ, കുഞ്ഞിക്കല്ല്, ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് നമ്മുടെ കുപ്പിയിലേക്ക് ഇടാം. ഇതേമാതിരി പൊതിഞ്ഞെടുക്കുക. റാപ്പ് ചെയ്ത കല്ലുകൾ നമുക്ക് ഓരോന്നായിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-15 പീസ് വേണം കേട്ടോ. നമ്മളെന്തിനു ഈ കല്ല് റാപ്പ് ചെയ്തിടണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോയിൽ മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കും. അപ്പോൾ റിയാക്ഷൻ പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കല്ല് റാപ്പ് ചെയ്തിടുന്നത്. ഇനി നമുക്കിതാ ഇതിൽ നമ്മുടെ ചില്ലുകുപ്പിയിൽ ഒരു ഹാഫ് ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇത്ര വെള്ളം ഒഴിക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഡ്രെയിൻ ക്ലീനർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. മിനിമം ഒരു 6 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഇത്ര അധികം വെള്ളമുള്ളതല്ലേ, അപ്പോൾ ഒരു 6 സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ആ റിയാക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ബലൂൺ വെച്ച് കൊടുക്കാം. ഞാൻ ബലൂൺ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതാ ബലൂൺ വീർക്കണമെന്ന് കാണാം. ബലൂൺ അനക്കം വെച്ചിട്ടുണ്ട്. യെസ്, നമ്മുടെ ബലൂൺ വീർക്കുകയാണ് കേട്ടോ. നമ്മുടെ ബലൂൺ വീർത്ത് വരികയാണ്. വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. അടിയിൽ നല്ല റിയാക്ഷൻ നടക്കുന്നുണ്ട്. താഴെ നോക്കിയാൽ അറിയാം, താഴെ നല്ല റിയാക്ഷൻ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ബലൂൺ നല്ലോണം വീർത്തിട്ടുണ്ട്. ഞാൻ ഇത്ര വീർപ്പിക്കണുള്ളൂ. ഇനി വീർത്ത പൊട്ടിപ്പോയാലോ? അപ്പം ഞാൻ ഇത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് എടുക്കുമ്പോൾ ഒരു ഷൂ എന്നൊരു സൗണ്ട് വരും. ഹൈഡ്രജൻ മിസ്സാവണതാണ്. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബലൂൺ അപ്പം തന്നെ വേഗം വെച്ച് കൊടുക്കണേ. അപ്പം നമ്മുടെ അടുത്ത ബലൂൺ ഞാൻ വേഗം വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ബലൂൺ വീർക്കുന്നുണ്ട്. ഞാനത് തരി പോലും മിസ് ചെയ്യാണ്ട് വേഗം ബലൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീർത്ത ബലൂണിനെ ഞാൻ നൂല് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്ത ബലൂൺ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ ഒരെണ്ണം റെഡി. കണ്ടില്ലേ, നമ്മുടെ ബലൂൺ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ബലൂൺ വീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനും എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 നമുക്ക് എയർ കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലേ, നമ്മുടെ ബലൂൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നിവിക്ക് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. പറപ്പിച്ചു കിട്ടാം കേട്ടോ. വരട്ടെ. അയ്യോ, മരത്തിൽ അയ്യോ തടഞ്ഞൂടി. അതന്നെ കാറ്റുണ്ടല്ലോ. നമുക്ക് ഇത്തിരി കൂടി അങ്ങോട്ട് നീങ്ങിട്ട് കിട്ടാൻ മതിയായിരുന്നു. കുഴപ്പമില്ല, അവർ പൊട്ടി പോണവരെ നമുക്ക് കാണാമല്ലോ. നമ്മുടെ വൃശ്ചികമാസത്തിൽ വീശാത്ത കാറ്റ് ഇപ്പം നല്ല രീതിയിൽ നമുക്കിവിടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗതിയിൽ ആളിതാ പോയി അവിടെ കുടുങ്ങിയിരിപ്പാണ്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാണ്. കരളിലെഴും ഒരു മൗനം കസവടി
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൗസ് ധരിക്കുക, സ്പെക്സ് വെക്കുക, അതേമാതിരി മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കും ടാറ്റാ.